ഹലോ, നമുക്കിന്ന് ഒരു വെറൈറ്റി മുട്ടക്കറിയുടെ റെസിപ്പി നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി ഒരു സവാള എടുത്തിട്ട് അതിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് തക്കാളിയും അതും ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 സ്പൂൺ മുളക് പൊടി, കാശ്മീരിയാണ് മുളക് പൊടി, 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, അതുപോലെ 1 സ്പൂണ് മല്ലിപ്പൊടി. അതിലേക്ക് നമ്മളൊരു 1/4 സ്പൂണ് പെരുംജീരകം കൂടെ ചേർത്ത് കൊടുത്ത് വെള്ളവും ചേർത്ത് നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ആ ജാറിലേക്ക് തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ഒന്ന് അരച്ചെടുക്കണം ഒരു പേസ്റ്റ് രൂപത്തിൽ. ശേഷം പാൻ അടുപ്പിൽ വെച്ചു സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1/2 സ്പൂണ് തൊട്ട് ഒരു 1/4 സ്പൂണ് തൊട്ട് 1/2 സ്പൂണ് വരെ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുത്ത് അത് ചൂടായി വരുമ്പം നല്ല ജീരകം ഒന്ന് പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് അത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. അത് വഴന്ന് വരുന്ന സമയത്തേക്ക് നമുക്ക് പിന്നീട് അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി ഒന്ന് ചേർത്ത് കൊടുക്കാം. ആ തക്കാളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പം നമ്മൾ അതുപോലെ തന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഉണ്ടല്ലോ, മുളക് പൊടി മിക്സ്, അതും കൂടെ ഒന്ന് ചേർത്ത് അത് നന്നായി പച്ചമണമൊക്കെ മാറി എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഉപ്പും ചേർത്ത് നമുക്കത് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അത് നന്നായി ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് എത്ര മുട്ടയാണോ എടുത്ത് വെച്ചിരിക്കുന്നത് അത് ഇതുപോലെ ഒന്ന് നടുവേ കീറി ഇട്ട് കൊടുക്കാം. നമുക്ക് എത്രത്തോളം ആവശ്യത്തിന് ഗ്രേവി വേണോ അതനുസരിച്ച് വേണം. നമ്മളിപ്പോൾ 3 മുട്ട എടുത്തേക്കുന്നത്, അതിൻ്റെ ഗ്രേവിക്കുള്ള സവാളയൊക്കെ എടുത്തിട്ടുള്ളൂ, അതനുസരിച്ച് നിങ്ങളും എടുക്കുക. അപ്പം അതിന് ശേഷം ലാസ്റ്റ് നമ്മൾ ഇച്ചിരി മല്ലിയിലയും കൂടെ ഇങ്ങനെ ഇട്ട് കൊടുത്ത് നമ്മുടെ മുട്ടക്കറി റെഡിയാണ്. ഇതിനകത്ത് ഈ ലാസ്റ്റ് സ്റ്റെപ്പിൽ വേണമെങ്കിൽ നമുക്കിതുപോലെ ഒരിത്തിരി തേങ്ങാപ്പാലൂടെ ചേർത്ത് കൊടുക്കാവേ.